ഹലോ കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ പ്ലീസ്. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ വീട്ടിലിരുന്നപ്പോഴേ നമുക്ക് സെക്കൻഡരാബാദ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മണികൊണ്ടേന്നാണ് ബസ് കയറേണ്ടത്. ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. സ്വന്തം വണ്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും. അത് കാരണം ഞങ്ങൾ ബസ്സിന് പോയി. പിന്നെ ബസ് യാത്ര എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ കണ്ടക്ടറുടെ പെരുമാറ്റമൊക്കെ നല്ല പെരുമാറ്റം. കുറേ പേര് എന്നോട് പറഞ്ഞു ബസ് ഭയങ്കര സീനാണ്. പക്ഷേ എനിക്കിവിടെ മോശം പെരുമാറ്റം ഉണ്ടായിട്ടില്ല. എല്ലാ കണ്ടക്ടർമാരോടും നമ്മൾ വിശേഷം ചോദിച്ച് ഭയങ്കര കമ്പനിയാണ്. പിന്നെ അതർ സ്റ്റേറ്റ് ആകുമ്പോൾ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ സെക്കൻഡരാബാദ് എത്തിയതും നല്ല പെരുമഴ. പൊന്നേ, എവിടുന്ന് ഈ മഴ വന്നു എന്ന് അറിയണ്ടായില്ല. ഇത്രയും നാളിവിടെ മഴയുണ്ടായിരുന്നില്ല കേട്ടോ. നാട്ടിലാണെങ്കിൽ നല്ല മഴയാന്ന് പറഞ്ഞു കേട്ടു, പക്ഷെ ഇവിടെ ഉണ്ടായില്ല. ഇപ്പോൾ ദാ എത്തിയതും നല്ല പെരുമഴ. അപ്പോൾ തൊട്ടടുത്ത് ഞങ്ങൾ കയറി നിന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ കയറി നിന്നോ ഒരു ഹോട്ടലിൽ. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അവനാണെങ്കിൽ നല്ല അലമ്പായി. അപ്പോൾ അവനെ ഫീഡൊക്കെ ചെയ്ത് അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ ഇറങ്ങി നടന്നു. ഒന്ന് തുറന്നപ്പോൾ അപ്പോൾ അതാ വീണ്ടും മഴ. അപ്പോൾ ഞങ്ങൾ തോർത്തൊക്കെ വാങ്ങിച്ച് തോർത്തി വീണ്ടും ഒരു കടയിൽ കയറി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ല വിശപ്പായിട്ടോ. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് ഹോട്ടലിൻ്റെ പേരൊന്നും അറിയില്ല, ഫുഡ് കഴിക്കാൻ കയറി. ഇവിടുത്തെ പനീറുണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ. എനിക്ക് പനീറിൻ്റെ ടേസ്റ്റാണോ കറിയുടെ ടേസ്റ്റാണോ എന്നറിയില്ല. നാട്ടിൽ നിന്ന് ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ എവിടെ പോയാലും പനീർ ഓർഡർ ചെയ്യാം. അപ്പോൾ അതങ്ങനെ കഴിച്ചതിന് മുകളിൽ തന്നെ ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഒട്ടനവധി സ്വീറ്റ്സ്. അതൊക്കെയാണെങ്കിൽ നല്ല റീസണബിൾ റേറ്റ് ഉള്ളൂ കേട്ടോ. ഒക്കെ നല്ല വില കുറവ്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. ചേട്ടൻ അത് വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് ചില റീല് കാണില്ലേ, നമ്മൾ കാലുകൊണ്ട് പരത്തിയിട്ടും കൈ കൊണ്ട് പരത്തിയിട്ടും, അതാണ് എനിക്ക് ഓർമ്മ വന്നേ. ഒന്നും കഴിക്കാൻ തോന്നിയില്ല. എൻ്റെ ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ 2 ഡോണറ്റ് എടുത്തു. അത് മാത്രമാണ് ഒരു പാക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു വൃത്തിയിലിരിക്കണ കണ്ടത്. അകത്തെ വൃത്തി അറിയില്ല, പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ വീട്ടിലെത്തിയിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ കേക്കും വാങ്ങിച്ചായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, ഇഷ്ടം പോലെ. ഇതൊക്കെ ഞാൻ ചിലതൊന്നൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ കുറേ കടകൾ അടവായിരുന്നു. ഞാനൊരു ബാഗ് തപ്പി പോയതാണ്, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി. പോകുന്ന വഴിക്ക് നല്ല രസമുള്ള ട്രെയിൻ കണ്ടു. ഇതിന് എത്രയാണ് 150 രൂപ പറഞ്ഞത്. ഏറ്റവും അവസാനം 120 രൂപയ്ക്ക് ഇയാൾ തന്നു കേട്ടോ. 120 130 രൂപയ്ക്ക് വീണ്ടും ബാർഗെയിൻ ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. അത് കഴിഞ്ഞതാ ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇന്ന് ജൂൺ 2-ാം തീയതി കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് അപ്ലോഡ് ചെയ്യേണ്ട വേറെ ദിവസമാണ്. അവിടുത്തെ എന്താ പറയുക, തെലുങ്കാന ഫോർമേഷൻ ഡേ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ലൈറ്റിംഗ് ആണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടുത്തെ ഇഷ്ടം പോലെ വിശേഷങ്ങൾ ഞാൻ വ്ളോഗായിട്ടിടാം.